ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാനുഷിക കൽപ്പനകൾക്കും മാനുഷിക അഭിപ്രായങ്ങൾക്കും മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നാം ഓരോരുത്തർക്കും ഉള്ളത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഈ ഭാഗം 4-ാം അധ്യായത്തില് നാം തുടർന്ന് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് പത്രോസും യോഹന്നാനും ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുകയും അവിടെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെ അവിടെ കൂടി നിന്നിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവരെ വിലക്കുകയും അവർക്കെതിരായിട്ട് തിരികുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് നാം നോക്കുകയാണെങ്കിൽ സുവിശേഷം അറിയിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് 3 യഹൂദ ബാലന്മാർ ശദ്രക്, മേശക്, അബേദ്നെഗോ. ഇവർ അവിടെ നെബൂഖദ്നേസർ എന്ന രാജാവ് താനുണ്ടാക്കിയ ആ ബിംബത്തെ നമസ്കരിക്കണം എന്ന ഒരു നിലപാടിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ 3 ബാലന്മാർ മാത്രം അതിനെ എതിർത്ത് നിന്നതായിട്ട് അവിടെ വചനം പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മനുഷ്യൻ നമ്മോട് പല കാര്യങ്ങളും പറയും, ഇന്ന കാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങള് ഇനി ആ ഒരു ദൈവിക കാര്യമായിട്ട് മുന്നോട്ട് പോകരുത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഒരിക്കലും അവർ പറയുന്ന കാര്യാദികൾ ചെവിക്കൊള്ളാതെ ക്രിസ്തുവിന്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തില് മനുഷ്യൻ എത്രത്തോളം എതിർത്താലും എത്രത്തോളം പ്രതിസന്ധികൾ ഒരുവന്റെ ജീവിതത്തിൽ കൊണ്ടിട്ടാലും അതിനെല്ലാം വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നാം ഈ വായിച്ചു കേട്ട 4-ാം അധ്യായത്തിലെ ഭാഗങ്ങൾ. നാം ഒരിക്കലും മനുഷ്യരിൽ ആശ്രയിക്കേണ്ട. എത്രമാത്രം പ്രതികൂലം വന്നാലും എത്രമാത്രം തടസ്സങ്ങൾ വന്നാലും നാം ദൈവിക കൽപ്പനകൾ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മേവരെയും സമർത്ഥമായും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.